കളർകോട് അപകടത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി മരിച്ചുവെന്നുള്ള സങ്കടകരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചികിത്സയിലിരുന്ന എടത്വ സ്വദേശിയാണ് മരിച്ചത്. ഇതോടെ കളർകോട് അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 6 കൂടുതൽ വിശദാംശങ്ങളുമായി മനീഷ് മഹിപാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് 11 പേർ സഞ്ചരിച്ച വാഹനം KSRTC ബസ്സുമായി കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾ മരിച്ചത്. അവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന ഒരു വിദ്യാർത്ഥിക്ക് കൂടിയാണ് ജീവൻ നഷ്ടമായത്. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്നലെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളായി. മനീഷ്, ഈ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. മരിച്ച വിദ്യാർത്ഥിയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിവരങ്ങൾ. പ്രവിത എടത്വ സ്വദേശിയാണ്. പള്ളിച്ചിറ കൊച്ചുമോൻ ജോർജിന്റെ മകനാണ് ആൽവിൻ. 20 വയസ്സ് മാത്രമാണ് പ്രായം. ഇന്നലെ രാവിലെയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് രാവിലെ 8 മണിയോടുകൂടി ബന്ധുക്കളും വീട്ടുകാരും ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവരുടെ താല്പര്യപ്രകാരമാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്ന് വിദ്യാർത്ഥിനെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഇന്നലെ 8 മണിക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. വിദ്യാർത്ഥിക്ക് ഈ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരുന്നു. അതായത് തലച്ചോറിനും ആന്തരിക അവയവങ്ങൾക്കും ഗുരുതരമായ ക്ഷതമേറ്റിരുന്നു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ ആദ്യഘട്ടത്തിൽ ഈ അപകടം നടന്ന രാത്രിയിൽ തന്നെ എത്തിച്ച സമയത്ത് ശസ്ത്രക്രിയ രാത്രി തലച്ചോറ് നടത്തിയിരുന്നു. പിന്നീട് രണ്ടാമത് ശസ്ത്രക്രിയ നടത്തി. അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ തുടരുന്ന ഘട്ടത്തിലായിരുന്നു മെഡിക്കൽ ബോർഡ് ചേർന്ന് ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയത്. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ടെത്തി ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ തന്നെ ഗുരുതരമാണ് എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രി തന്നെ ഈ അപകടം നടന്നതിന്റെ പിറ്റേ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ഈ കുട്ടിക്ക് വേണ്ട പരിരക്ഷകൾ നൽകാനുള്ള വിദഗ്ധ സംഘത്തെ കൂടി എത്തിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കൂടി ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള മറ്റ് ആധുനിക സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഡോക്ടർമാർ എത്തിയിരുന്നു. എന്നാൽ വണ്ടാനം മെഡിക്കൽ കോളേജിലെ പരിമിതികൾ കൂടി മാക്സിമം പരമാവധി ചികിത്സ സർക്കാരിന്റെ ഭാഗത്ത് നൽകുമെന്ന് അറിയിച്ചിരുന്നു. വീട്ടുകാരുടെ കൂടി താല്പര്യപ്രകാരമാണ് പിന്നീട് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഈ കുട്ടീനെ മാറ്റിയിട്ടുള്ളത്. ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഈ ഡ്രൈവറുടെ ഈ വാഹനത്തിന്റെ ഇടത് സൈഡിൽ ഇരുന്ന ആളാണ് ആൽവിൻ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയാണ്. ഈ 7 പേർ സഞ്ചരിക്കുന്ന വാഹനത്തിൽ 11 പേർ സഞ്ചരിക്കുമ്പോൾ ഈ വാഹനത്തിന്റെ ഇടത് സൈഡിൽ ഈ ടവേര വാഹനത്തിന് ഇടത് സൈഡിലായിരുന്നു ആൽവിൻ ഇരുന്നിരുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഈ അപകടം നടന്ന സമയത്ത് വാഹനം വെട്ടിപ്പൊളിച്ചെടുക്കുന്ന ഘട്ടത്തിൽ കൂടി രക്ഷാപ്രവർത്തകർ ഈ ആൽവിനെ സംബന്ധിച്ച് ഉള്ള ഫോട്ടോ പിന്നെ കാണിച്ച സമയത്ത് പറഞ്ഞിരുന്നത് ഈ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. തലയ്ക്കായിരുന്നു ക്ഷതമുണ്ടായിരുന്നത്. തലയിൽ നിന്നും അമിതമായി രക്തസ്രാവം ഉണ്ടായിരുന്നു. ആശുപത്രിയിലേക്ക് പക്ഷേ ഏറ്റവും വേഗം എത്തിക്കാൻ സാധിച്ചെങ്കിൽ കൂടി കുട്ടിയുടെ നീല പരിങ്ങലിലാണ്. ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ തന്നെ അറിയിച്ചിരുന്നു. ഈ അപകടത്തിൽ ഇപ്പോൾ കളർകോട് അപകടത്തിൽ നിലവിൽ മരണം 6 മാറിയിട്ടുണ്ട്. ഈ വാഹനത്തിൽ ആകെ സഞ്ചരിച്ചത് 11 പേരായിരുന്നു. അതിൽ ഒരാൾക്ക് പക്ഷേ യാതൊരുവിധ പരിക്കുകളുമില്ല. വാഹനം ഓടിച്ച ഗൗരി ശങ്കറിന് കാലിനാണ് പരിക്ക്. കാലിന് ഇന്ന് ഒരു ശസ്ത്രക്രിയ കൂടി ഉണ്ടായിരുന്നു. ഇനി അവശേഷിക്കുന്നത് 4 വിദ്യാർത്ഥികളാണ് ചികിത്സയിലുള്ളവർ. അവരുടെ ആരോഗ്യസ്ഥിതിക്ക് കുഴപ്പമില്ല. അവർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നു. അവരുടെ ആരോഗ്യനില തൃപ്തികരമായ ഓരോ ദിവസവും വരുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ ആൽവിൻ ആലപ്പുഴ. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ആ സങ്കട വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കളർകോട് അപകടത്തിൽ ഒരു മരണം കൂടി. ചികിത്സയിലായിരുന്ന എടത്വ സ്വദേശി ആൽവിനാണ് മരിച്ചത്. ഇപ്പോൾ മനീഷ് സൂചിപ്പിച്ചതുപോലെ 11 പേർ സഞ്ചരിച്ച വാഹനത്തിൽ 5 പേർ മുൻപ് തന്നെ മരിച്ചിരുന്നു. ഒരു വിദ്യാർത്ഥി വളരെ ഗുരുതരമായ നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് കൂടുതൽ ചികിത്സയ്ക്കായി മാറ്റിയെങ്കിലും ഫലമുണ്ടായില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 11 പേരാണ് ഈ വാഹനത്തിൽ സഞ്ചരിച്ചത്. ഈ വിദ്യാർത്ഥി ആൽവിൻ ഇടത് സൈഡ്, അതായത് ഡ്രൈവർ സീറ്റിന് തൊട്ട് പിന്നാലെയാണ് ഇരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വാഹനം വെട്ടിപ്പൊളിച്ചെടുത്തപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥിക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് രക്ഷാപ്രവർത്തകർ നമ്മളോട് മുൻപ് തന്നെ പറഞ്ഞതാണ്. ഇപ്പോൾ ആ വിദ്യാർത്ഥിക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. മറ്റു വിദ്യാർത്ഥികൾ നിലവിൽ ചികിത്സയിൽ തുടരുകയാണ്.